ഡിപ്രഷനെ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് ഡിപ്രഷനെ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ വിളിച്ചു വരുത്തി നമ്മുടെ മനസ്സിൽ കയറ്റി ഇരുത്തുന്ന ഒരു കാര്യമല്ല. ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ കൂടെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ്. അതായത് നമ്മളെ കരയിക്കാനും നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മുടെ ഉറക്കം കളയാനും ഒക്കെ കഴിയുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ആര് പറയുന്നതും നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ ആരോടും മിണ്ടാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും മിക്കവാറും ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് കരയുക, നമ്മളെ സ്വയം താഴ്ത്തി പറയുക, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് സക്സസ് ആവത്തില്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമോഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ നമ്മളതിനെ സ്വയം റിക്കവർ ചെയ്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അത് സ്വയം റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തു തുടങ്ങി നമ്മൾ ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവത്തെ അതിജീവിച്ച് മുന്നോട്ട് വരിക, അതിനെ ഫൈറ്റ് ചെയ്യുക. ഡിപ്രഷനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നത് സിമ്പിളല്ല, പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ആ ഒരു ഇമോഷനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ട് നമുക്ക് ഓപ്പോസിറ്റ് എങ്കിൽ നമുക്ക് അവരുടെ ഹെൽപ്പ് ചോദിക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ആൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതിനെ റിക്കവർ ചെയ്ത് നമ്മൾ മുന്നോട്ട് വരിക. അത് ആ ഒരു മുന്നോട്ട് വരുന്ന നമ്മുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനേയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫായിരിക്കും. അപ്പോൾ സത്യമാണ്.